ആരാന്റെ കൊച്ചിന്റെ പിതൃത്വം ഏറ്റുപിടിക്കാൻ വെറുതെ തള്ളലുകൾ. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷത്തിന്റെ ശ്രമഫലമായിട്ട് നടപ്പാക്കിയ പദ്ധതിയാണെന്ന മട്ടിൽ തിരഞ്ഞെടുപ്പ് കാലമായതോടെ ഇടത് നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും വ്യാപകമായി പ്രചരിപ്പിക്കുന്നുവെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ റോയ് മാത്യു പറഞ്ഞിരിക്കുന്നു. ആരാന്റെ കൊച്ചിന്റെ പിതൃത്വം ഏറ്റുപിടിക്കാൻ എന്തിനാ വെറുതെ ഈ തള്ളലുകൾ നടത്തുന്നതെന്നും റോയ് മാത്യു ചോദിക്കുകയാണ്. റോയ് മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷത്തിന്റെ ശ്രമഫലമായിട്ട് നടപ്പാക്കിയ പദ്ധതിയാണെന്ന മട്ടിൽ തിരഞ്ഞെടുപ്പ് കാലമായതോടെ ഇടത് നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഒന്നാം UPA സർക്കാരിന്റെ കാലത്തെ കോമൺ മിനിമം പരിപാടിയിൽ ഇടത് കക്ഷികളുടെ സമ്മർദ്ദഫലമായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയെന്നാണ് സകലമാന ഇടത് നേതാക്കളും ചാനലുകളിലും മയക്കിനു മുന്നിലും വന്ന് തള്ളിമറിക്കുന്നത്. ആരാന്റെ കൊച്ചിന്റെ പിതൃത്വം ഏറ്റുപിടിക്കാൻ എന്തിനാ വെറുതെ ഈ തള്ളലുകൾ നടത്തുന്നത്? യഥാർത്ഥത്തിൽ ഈ പദ്ധതിക്ക് രൂപം കൊടുക്കുന്നതിൽ ഇന്ത്യയിലെ ഇടത് കക്ഷികൾക്ക് പ്രത്യേകിച്ച് യാതൊരു റോളുമില്ല. 1983 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഭൂമിയില്ലാത്ത ഗ്രാമീണർക്കായി ഒരു തൊഴിലുറപ്പ് പദ്ധതിക്ക് രൂപം നൽകിയിരുന്നു. ദി റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നായിരുന്നു ഇതിന്റെ പേര്. ഈ പദ്ധതിക്ക് ഉദ്ദേശത്ര ഫലമോ നേട്ടമോ ഉണ്ടാക്കാനായില്ല. 91 നരസിംഹറാവു മന്ത്രിസഭയുടെ കാലത്ത് ദേശീയ തൊഴിലുറപ്പ് നിയമത്തിന് രൂപം നൽകിയെങ്കിലും അതും ഫലവത്തായില്ല. വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 2004 തിരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിനുമായി മുന്നേറുന്ന വേളയിലാണ് കോൺഗ്രസ് അവരുടെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കുമായി വർഷത്തിൽ മിനിമം 100 ദിവസം തൊഴിലുറപ്പാക്കുന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് വാഗ്ദാനം നടത്തിയത്. A National Employment Guarantee Act will be enacted immediately. This will provide a legal guarantee for at least 100 days of employment on asset creating public works programs every year at minimum wages for every rural household. എന്ന് വളരെ വ്യക്തമായി കോൺഗ്രസിന്റെ 2004 മാനിഫെസ്റ്റോയിൽ എഴുതി വച്ചിട്ടുണ്ട്. ഈ വാഗ്ദാനം എങ്ങനെ ഇടതുപക്ഷത്തിന്റെ ക്രെഡിറ്റിൽ പെടുത്തും? തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളുന്നതാണ് ഇടത് ആരോഗ്യത്തിന് ഉത്തമം. 2004 പൊതു തിരഞ്ഞെടുപ്പിന് ശേഷമാണ് UPAക്ക് രൂപമുണ്ടായത്. അപ്പോഴാണ് ഇടത് കക്ഷികൾ BJPയെ അധികാരത്തിൽ നിന്നകറ്റാൻ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയ്ക്ക് പുറത്തുനിന്ന് പിന്തുണ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോമൺ മിനിമം പ്രോഗ്രാമിന് രൂപം കൊടുത്തത്. കോമൺ മിനിമം പ്രോഗ്രാമിലെ ഒരു പ്രധാന ഇനമായി കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത തൊഴിലുറപ്പ് പദ്ധതി മാറി. ഈ സ്കീം എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ ഇടത് കക്ഷികൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാവാം. അതല്ലാതെ ഈ പദ്ധതി ഇടതുപക്ഷത്തെ കക്ഷികൾ പ്രത്യേകിച്ച് CPM രൂപം കൊടുത്തതാണെന്ന അവകാശവാദത്തിന് ഒരടിസ്ഥാനവുമില്ല. ഈ അവകാശവാദം എട്ടുകാലി മമ്മൂഞ്ഞു മോഡൽ വെറും ഞെളിയൽ മാത്രമാണ്. ഭൂമിയുടെ ഭാരം തന്റെ ചന്തിപ്പുറത്താണ് ഇരിക്കുന്നതെന്ന കുണ്ടികുലുക്കൻ പക്ഷിയുടെ അവകാശവാദം പോലെയാണ് ഇക്കാര്യത്തിലെ ഇടത് സമീപനമെന്ന് റോയ് മാത്യു പറയുന്നു. പുരോഗമനപരമായ നിയമനിർമ്മാണങ്ങളുടെ കുത്തക തങ്ങളുടെ അട്ടിപ്പേർ അവകാശമാണെന്ന മട്ടിലാണ് CPMന്റെ പ്രചാരണങ്ങൾ. അത്രയും ഇങ്ങനെ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷത്തിന്റെ എന്തോ വലിയ കണ്ടുപിടുത്തമാണെന്ന മട്ടിലാണ് അവരുടെ പ്രചാരണങ്ങൾ അരങ്ങേറുന്നത്. 2016 ജനുവരിയിൽ ദേശാഭിമാനിയിൽ വന്ന എഡിറ്റോറിയലിലെ ഒരു പ്രധാന വാചകം ഇങ്ങനെയാണ്: ഇടതുപക്ഷത്തിന്റെ കടുത്ത സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാൻ ഒന്നാം UPA സർക്കാർ തയ്യാറായതെന്ന വസ്തുത പലർക്കും അറിയില്ല. UPA സർക്കാർ ഇടതുപക്ഷത്തെ ആശ്രയിച്ച് ഭരണം നടത്തുന്ന കാലത്താണ് ഇത് ആരംഭിച്ചത്. അതും മനസ്സില്ലാ മനസ്സോടെയാണ് മൻമോഹൻ സിംഗ് സർക്കാർ ഗ്രാമീണ തൊഴിലുറപ്പ് നടപ്പാക്കാൻ തീരുമാനിച്ചത്. ഒരു വർഷത്തിൽ 100 ദിവസം തൊഴിൽ നൽകുമെന്നാണ് തീരുമാനം. കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത ഒരു പദ്ധതി നടപ്പാക്കാൻ ഇടതുപക്ഷത്തിന്റെ എന്ത് സമ്മർദ്ദമാണെന്ന് മനസ്സിലാകുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസം കോടിയേരി ബാലകൃഷ്ണനും ഇതേ അവകാശവാദം ഉന്നയിച്ചിരുന്നു. നെഹ്റുവും ഇന്ദിരയും നടപ്പാക്കിയ ശാസ്ത്ര നേട്ടങ്ങളുടെ പിതൃത്വം ഏറ്റെടുത്ത് മോദി ചില തള്ളലുകൾ നടത്തുന്നത് പോലെയാണ് ഇടതുപക്ഷം ദേശീയ തൊഴിലുറപ്പ് അവകാശവാദം ഉന്നയിക്കുന്നതെന്നാണ് റോയ് മാത്യുവിന്റെ വിമർശനം. അഴിമുഖം ന്യൂസ് പോർട്ടലിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ആശയമാണെന്നൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. 2019 മിനിമം വരുമാനത്തെക്കുറിച്ച് പറയുന്നവർ 2004 ഇടതുപക്ഷം മുന്നോട്ട് വെച്ച പൊതു മിനിമം പരിപാടി മറക്കരുത് എന്ന തലക്കെട്ടോടെ വന്ന ലേഖനത്തിലും തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷത്തിന്റെ മഹത്തായ സംഭാവനയാണെന്ന് നിർലജ്ജം അവകാശപ്പെടുകയാണെന്നും റോയ് മാത്യു ഫേസ്ബുക്കിലൂടെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒന്നാം UPA സർക്കാരിന്റെ കോമൺ മിനിമം പരിപാടിയിൽ ഇടതുപക്ഷം മുന്നോട്ട് വച്ച തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂടി
സാധ്യത പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലാണ് ന്യൂനതം ആയ് യോജന എന്ന കോൺഗ്രസ് വാഗ്ദാനം എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ജനപ്രീതി വീണ്ടെടുക്കാൻ കോൺഗ്രസിന് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ഒരു ആശയത്തെ വികസിപ്പിക്കേണ്ടി വന്നു എന്നത് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ചോദ്യം ചെയ്യുന്നവർ കാണാതെ പോകരുത്. ഇടതുപക്ഷം 2004 ദീർഘവീക്ഷണത്തോടെ മുന്നോട്ട് വെച്ച തൊഴിലുറപ്പ് കാലാനുസൃതമായി സാധാരണക്കാരന് ഗുണകരമായി നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നീട് അധികാരത്തിൽ വന്ന രണ്ടാം UPA സർക്കാരിനും മോദി സർക്കാരിനും എത്രമാത്രം സാധിച്ചു എന്നതും വിമർശനപരമായി ചർച്ച ചെയ്യണം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ആശയമെന്നൊക്കെയാണ് അഴിമുഖം തള്ളിമറിച്ചിരിക്കുന്നത്. ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ആശയമെന്നൊക്കെ പറയുന്നതിനും അവകാശപ്പെടുന്നതിനും എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ എന്നും റോയ് മാത്യു ചോദിക്കുകയാണ്. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ 2004 ആദ്യ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ തന്നെ ഗ്രാമീണ ജനതയുടെ ഉന്നമനത്തിനായി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതും UPAയുടെ പൊതുമിനിമം പരിപാടിയിലുള്ളതുമായ 7 പ്രധാന പോളിസികളെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിരുന്നു. ഗ്രാമീണ ജനതയുടെ വികാസത്തിനും വളർച്ചയ്ക്കുമായി ഊന്നൽ നൽകുന്ന പദ്ധതികളുടെ രൂപരേഖ ചെങ്കോട്ടയിൽ നിന്ന് അദ്ദേഹം വിശദീകരിച്ചിരുന്നു. അതിലേറ്റവും പുരോഗമനപരമായ പ്രഖ്യാപനം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതും നടപ്പാക്കിയതുമായ ഒരു പദ്ധതി ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ആശയമാണെന്നൊക്കെ നെഞ്ചുവിരിച്ചു പറയുന്നത് ശുദ്ധ പോഷ്കാണ്. അതിലുപരി പിതൃശൂന്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആദ്യമായി 77 മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന വസന്തദാദ പാട്ടീലാണ് ഗ്രാമീണ തൊഴിൽ സുരക്ഷാ പദ്ധതിയായ മഹാരാഷ്ട്ര എംപ്ലോയ്മെന്റ് ഗ്യാരന്റീസ് എന്നൊരു പദ്ധതിക്ക് രൂപം കൊടുത്തത്. എന്നാൽ 79 ശരത് പവാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഫലവത്തായി ഇത് നടപ്പാക്കിയത്. മഹാരാഷ്ട്രയിൽ നടപ്പാക്കിയ ഈ പദ്ധതിയെക്കുറിച്ച് അക്കാലത്ത് പ്ലാനിംഗ് വൈസ് ചെയർമാനായിരുന്ന മൻമോഹൻ സിംഗ് വിശദമായി പഠിച്ചിരുന്നുവെന്ന് സിംഗിന്റെ പ്രസ് സെക്രട്ടറിയായിരുന്ന സഞ്ജയ് ബാരു തന്റെ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പദ്ധതി മനസ്സിൽ വെച്ചുകൊണ്ടാണ് 2004 കോൺഗ്രസ് മാനിഫെസ്റ്റോ കമ്മിറ്റി അംഗങ്ങളായ മൻമോഹൻ സിംഗും ജയറാം രമേശും ചേർന്ന് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്തത് എന്ന് കരുതേണ്ടി വരും. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ഈ പദ്ധതിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരളവിലെങ്കിലും ആ സ്കീം ഫലപ്രദമായി നടപ്പാക്കാനായത്. ചരിത്രവും സത്യവും വസ്തുതയും ഇതായിരിക്കെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷത്തിന്റെ കണ്ടുപിടുത്തമാണെന്ന അവകാശവാദത്തിന് ഒരടിസ്ഥാനവുമില്ല. ദീർഘകാലം ഇടതുപക്ഷം ഭരിച്ച ബംഗാളിലോ ത്രിപുരയിലോ ശരത് പവാർ നടപ്പാക്കിയ പോലൊരു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാനോ രൂപം കൊടുക്കാനോ കഴിയാത്തതിന്റെ ജാള്യത മറയ്ക്കാൻ കൂടിയാണ് കോൺഗ്രസ് രൂപം കൊടുത്ത പദ്ധതിയുടെ പിതൃത്വം കവരാൻ ഇടതുപക്ഷം വിശിഷ്യ CPM ശ്രമിക്കുന്നത്. തൊഴിൽ രഹിതരായ ബംഗാളിലെ ഗ്രാമീണ ജനതയുടെ വികാസത്തിനോ പുരോഗതിക്കോ ഉതകുന്ന ഫലപ്രദമായ യാതൊരു പദ്ധതിയും നടപ്പിലാക്കാൻ കഴിയാത്ത ഇടതുപക്ഷമാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തങ്ങളുടെ ആശയമാണെന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞു നടക്കുന്നതെന്ന് റോയ് മാത്യു വിമർശിക്കുന്നു. നിലംപറ്റെ വീണുപോയ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഈ പൊതു തിരഞ്ഞെടുപ്പിൽ ഉയർത്തെഴുന്നേൽപ്പിനോ തിരിച്ചുവരവിനോ ഒരു പ്രതീക്ഷയും ഇല്ലെന്നിരിക്കെയാണ് തൊഴിലുറപ്പിനെക്കുറിച്ച് നട്ടാൽ കുരുക്കാത്ത നുണകളുമായി വോട്ടർമാരെ സമീപിക്കുന്നത്. ഇതാണ് റോയ് മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം.